കോടികൾ വിലമതിക്കുന്ന തിമിംഗല ഛർദിയുമായി രണ്ടുപേരെ പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തു. അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന 6 കിലോ ആംബർ ഗ്രീസുമായി രണ്ടുപേരെ പോലീസ് പിടികൂടി. പന്തളം വലിയ കോയിക്കൽ പാലത്തിന് സമീപം ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച രാത്രിയിൽ പന്തളം പോലീസും ജില്ലാ ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ തിരച്ചിലിലാണ് പ്രതികളെ പിടികൂടിയത്. ഓടനാവട്ടം മുട്ടറ രാജീവ് ഭവനത്തിൽ 39-കാരൻ രാജീവ്, കൊട്ടാരക്കര നെടുവത്തൂർ കുറുമ്പാലൂർ മുകുളുവിള വീട്ടിൽ 48-കാരൻ സോമൻ എന്നിവരാണ് പിടിയിലായത്. പന്തളം ഇൻസ്പെക്ടർ SHO സതീഷ് കുമാർ, SI UV വിഷ്ണു, ASI വിജയകുമാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാരായ S അൻവർ ഷാ, സിജു, ഡാൻസ് ഓഫ് അംഗങ്ങളായ സുജിത്, മിഥുൻ ജോസ്, ഷെഫീഖ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പത്തനംതിട്ട ജില്ലയിൽ ആംബർ ഗ്രീസിന്റെ അനധികൃത കച്ചവടം നടക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് ദിവസങ്ങളായി ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് നടത്തിവന്ന വാഹന പരിശോധനയ്ക്കിടെ ബൈക്കിൽ എത്തിയ ഇവരെ കൈകാണിച്ച് നിർത്താൻ ശ്രമിച്ചപ്പോൾ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരെ പോലീസ് വാഹനത്തിൽ പിന്തുടർന്ന് വാഹനം റോഡിന് കുറുകെയിട്ട് സാഹസികമായാണ് പിടികൂടിയത്. പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ 5 വർഷം മുമ്പ് ലക്ഷദ്വീപിൽ നിന്നും രാജീവ് വാങ്ങിയതാണെന്നും ഉയർന്ന വിലയ്ക്ക് തിരുവല്ലയിൽ വിൽക്കാൻ കൊണ്ടുപോവുകയായിരുന്നുവെന്നും പറഞ്ഞു. തിരുവല്ലയിലേക്ക് പോകുന്ന വഴിക്കാണ് ഇവർ പിടിയിലായത്. പ്രതികളെയും പിടിച്ചെടുത്ത ആംബർ ഗ്രീസും കോന്നി ഡിവിഷനിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്യലും റിമാൻഡ് അടക്കമുള്ള നടപടികളും വനം വകുപ്പാണ് സ്വീകരിക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, പന്തളം. അറിഞ്ഞില്ലേ? വേനാട് പ്രവാസി സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിൽ ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർ അടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ വൈറ്റ് പോർട്ടിക്കോ ഹോട്ടലിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇളമണ്ണൂർ ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊടുമൺ, ഏനാത്ത്, അടൂർ പാർത്ഥസാരഥി ജംഗ്ഷൻ, റവന്യൂ ടവർ ഗ്രൗണ്ട് ഫ്ലോർ എന്നിവിടങ്ങളിലെ ജൻ ഔഷധികളിലും 10 മുതൽ 85% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ വിൽക്കപ്പെടുന്നു. ജൻ ഔഷധി.